മാത്രമല്ല ഹൈക്കമാൻഡ് മുദ്രാവാക്യം വിളിക്കുന്നു, സോണിയാഗാന്ധിക്ക് മുദ്രാവാക്യം വിളിക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് മുദ്രാവാക്യം വിളിക്കുന്നു. അങ്ങനെ കേരളത്തിലെ പ്രവർത്തകരുടെ ആഗ്രഹത്തിനനുസരിച്ച് ബി ഡി സൈനികരുടെ ആഗ്രഹത്തിനനുസരിച്ച് അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടായതിൽ അവർ വളരെയധികം സന്തുഷ്ടരാണ്. ഒരു ചെറുസംഘത്തിന്റെ പ്രകടനം അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നു. അടുത്ത സംഘം ഇവിടെ KPCC ആസ്ഥാനത്തേക്ക് ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ MLA മാരുടെ യോഗമാണ്. ആ യോഗത്തിൽ ഒഫീഷ്യലി അവിടെ And there is a review designed with, so let's have a look at this one. TV Empire Director, review for leg before. Start from the front foot, please. Yes, that's a process. വി ഡി സതീശൻ സംസ്ഥാന മുഖ്യമന്ത്രിയാകുന്നു. ഏറ്റവും വലിയ നിർണായകമായ തീരുമാനം ഡൽഹിയിൽ നിന്ന് വന്നു. നാടെങ്ങും ആഹ്ലാദ ആവേശ പ്രകടനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹാഷ്മി താജ് ഇബ്രാഹിം ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് KPCC ആസ്ഥാനത്തും ആഹ്ലാദ പ്രകടനങ്ങൾ തുടങ്ങി. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വി ഡി സതീശന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രകടനങ്ങൾ തെരുവിലേക്ക് വന്നു തുടങ്ങിയതിന്റെ കാഴ്ചകളാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ആളുകളുടെ ആശയ്ക്കും അഭിലാഷങ്ങൾക്കും അനുസൃതമായി AICC ആസ്ഥാനത്ത് നിന്ന് തീരുമാനം വന്നതോടെ ആഹ്ലാദം അണപൊട്ടി ഒഴുകുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുകയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിം. അങ്ങനെ തന്നെയാണ് ആഹ്ലാദ പ്രകടനം, ആഹ്ലാദം അണപൊട്ടി ഒഴുകുകയാണ്. ഇവർ 10 ദിവസം കാത്തിരുന്ന ഈ ഒരു തീരുമാനത്തിന് വേണ്ടിയാണ് സ്കേൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി വി ഡി സതീശനെ തീരുമാനിക്കുന്ന ആ തീരുമാനത്തിന് വേണ്ടി അക്ഷമയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകർ. അവിടെ നിലപാടുകളുടെ രാജകുമാര എന്ന മുദ്രാവാക്യം ഇവിടെ തലസ്ഥാനത്തിലെമ്പാടും ഉയരുന്നു. തിരുവനന്തപുരത്തിലെ പല ഭാഗങ്ങളിൽ ഇന്ദിരാ ഭവനിൽ നടക്കുന്ന പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വി ഡിക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രകടനമായിരുന്നു. സ്കേൻ ഉറപ്പായും 10 ദിവസത്തെ കാത്തിരിപ്പ്, അതിന്റെ അതിന് ക്ഷമയുടെ നെല്ലിപ്പലക പൊളിയലൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനൊടുവിൽ വരുന്ന തീരുമാനം അത് വി ഡി സതീശ് അനുകൂലമായ തീരുമാനമാണെന്ന് പറയുമ്പോൾ അവർക്ക് ഇരട്ടി മധുരമാണ്. 10 ദിവസത്തെ കാത്തിരിപ്പ് അത് ഇരട്ടി മധുരമാകുന്നു. വി ഡി സതീശന്റെ നിലപാടുകൾ കിട്ടിയ അംഗീകാരമാണെന്ന് ഉറക്കെ വിളിച്ച് പറയുന്നു ഇവിടെ പ്രവർത്തകർ. അത് മതേതരത്വത്തിന് വേണ്ടി, സെക്കുലർ ഒരു കേരളത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ വർഗീയ ശക്തിയോ അടിയറോ പറയാതെ നിങ്ങൾക്ക് വോട്ട് ബാങ്കിലുണ്ടെങ്കിൽ ആ വോട്ട് ബാങ്ക് കയ്യിൽ വെച്ചോ എന്ന അടിയുറച്ച പ്രഖ്യാപനം നടത്തുന്ന നേതാവെന്ന നിലയ്ക്ക് അങ്ങനെ നിലപാടുകൾക്കുള്ള അംഗീകാരം എന്ന നിലയ്ക്ക് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തെ വി ഡി അനുകൂലികൾ കോൺഗ്രസ് പ്രവർത്തകർ കാണുകയാണ്. ഇവിടെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ദിരാ ഭവനിൽ നിന്നും ആദ്യ സംഘം അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. രണ്ടാം സംഘം ഇവിടുന്ന് പോകുന്നു. ഇവിടെ KPCC ആസ്ഥാനം ഇന്ദിരാ ഭവൻ നൂറുകണക്കിന് പ്രവർത്തകർ നിറയുന്ന MLA മാർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവിടെ അല്പസമയത്തിനകം ഇന്ദിരാ ഭവൻ നേരത്തെ പറയുന്നത് പോലെ വാരിയിട്ടാൽ ഇട്ടാൽ വീഴാത്ത വണ്ണം അവിടെ പ്രവർത്തകർ നിറയാണ്. വി ഡി നേതാവ് എന്ന മുദ്രാവാക്യം ഉയരുകയാണ്. അങ്ങനെ നയിക്കും പാതയിലൂടെ എന്നൊക്കെ മുദ്രാവാക്യം ഉയർക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം, നിലപാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം